അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സന്തോഷമുള്ള രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു സൂഫിയായ ഒരു ഗുരു ഒരു നോമ്പില് ആ റമദാൻ മാസത്തിൽ നോമ്പ് എടുത്തുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് അത്രന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ, ഇറാഖുകാരനായ ഷെയ്ഖ് സിരിയുസിക്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു അതിമനോഹരമായ ഒരു ചരിത്രം അത് പറയുന്നതിന് മുൻപ് ഇൻഷാ അല്ലാഹ് ലോകപ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ, അമേരിക്കയിലുള്ള സംഗീതജ്ഞൻ, US റാപ്പർ എന്നറിയപ്പെടുന്ന ലിൽ ജോൺ എന്നൊരു മനുഷ്യൻ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന വാർത്ത ഇന്നലെയാണ് മാധ്യമങ്ങളുടെ പുറത്തു വിട്ടത്. ഇദ്ദേഹം ലോകം മുഴുവനും ആരാധകരുള്ള ഒരു റാപ്പറാണ്, സംഗീതജ്ഞനാണ്. ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് ജൊനാഥൻ എച്ച് സ്മിത്ത് എന്നാണ്. ലിൽ ജോൺ എന്നു പേരുള്ള ഈ മനുഷ്യൻ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. മാഷാ അല്ലാഹ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ലോകം മുഴുവനും ഇസ്ലാമിനെ വളരെ ക്രൂരമായിട്ട് വേട്ടയാടുമ്പോൾ പ്രഗത്ഭരും പ്രശസ്തരും അല്ലാത്തവരുമായ നിരവധി ആളുകളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നൊരു രംഗം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വളരെ വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ അമേരിക്കയിലുള്ള അവിടുത്തെ US റാപ്പറായ ഹിപ്പ് ഹോപ്പ് സംഗീതത്തിന്റെ ഉടമ കൂടിയായ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ വിഷയം അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ, ഗ്രാമി പുരസ്കാരം നേടിയ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ സന്തോഷം എന്ന് വന്ന് സാഹോദര്യമാണ്. ഓരോരുത്തരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ചില ഘടകങ്ങളുണ്ട്. ഇസ്ലാമിൽ എല്ലാവർക്കും കാണിക്കുന്ന ഒരു സമത്വമുണ്ട്. അള്ളാഹുവിന്റെ മുൻപിലുള്ള തഖ്വയാണ് ഒരു മനുഷ്യന്റെ ഹൈ പോസ്റ്റിന്റെ അടിസ്ഥാനം. അല്ലാതെ ജനിച്ച കുലമോ അല്ലെങ്കിൽ ജനിച്ച രാജ്യമോ അവന്റെ വംശമോ ദേശമോ ഒന്നുമല്ല. എന്നിട്ട് ഹബീബ നബി പഠിപ്പിച്ചൊരു വാക്യം ഈ മനുഷ്യൻ പറയുന്നു, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറയുന്നത് വേഷങ്ങളിലല്ല, അവന്റെ നാട്യങ്ങളിലല്ല, അവന്റെ രൂപങ്ങളിലോ ഭാവങ്ങളിലല്ല. അത്തഖ്വ ഹാഹുന. തഖ്വ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ കാണുന്ന കാഴ്ചകൾക്കപ്പുറം ഒരു മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു ഘടകം ദൈവവുമായുള്ള ഭയഭക്തിയാണെന്ന് പഠിപ്പിച്ചൊരു മതത്തിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം കാലിഫോർണിയയിലുള്ള ഒരു പള്ളിയിൽ വരുന്നു. ആ പള്ളിയിലെ ഗുരുനാഥനോട് വന്ന് പറയുന്നു, എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. ഞാൻ മനസ്സിലാക്കിയൊരു മതം ഈ രീതിയിലാണ്. അയാൾക്ക് അദ്ദേഹത്തിന് ഭാര്യയും 3 കുട്ടികളൊക്കെ ഉണ്ട്. വളരെ സന്തോഷമായിട്ട് ഫാമിലി കൊണ്ടുപോവാൻ. പക്ഷെ തൻ്റെ സംഗീത ലോകത്ത് താൻ മനസ്സിലാക്കിയ യഥാർത്ഥ വിശ്വാസധാര ഇസ്ലാമാണ് ശരിയെന്ന് ഈ ക്രിസ്ത്യൻ യുവാവ് മനസ്സിലാക്കുന്നു. ലോകത്ത് വളരെയധികം സ്വാധീനമുണ്ടാക്കിയ സംഗീതജ്ഞൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ, അതും പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയും വലിയ പുരസ്കാരങ്ങൾ നേടിയ മനുഷ്യരും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജെഫ്രി ഷോൺ എന്ന പേരുള്ള ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യയും, അമേരിക്കയിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്, അദ്ദേഹവും ഭാര്യയും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ലോകം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ കാരണം പലസ്തീനിൽ ചെയ്യുന്ന ക്രൂരതയാണ്. പലസ്തീനിലെ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഇപ്പൊ ഇന്നലെ ദിവസം അവിടെ നോമ്പ് തുറക്കിരിക്കുന്ന 36 പേരെയാണ് ഇസ്രായേലി സൈന്യം അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത്. ഒരു ഭാഗത്ത് ഇങ്ങനെ കൊന്നുകളയുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഘടകങ്ങളിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ചില സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഈ ഒരു ലിൽ ജോൺ എന്ന പേരുള്ള ഈ ഹിപ്പ് ഹോപ്പ് സംഗീതത്തിന്റെ ഉടമ, അവിടെ ഒരുപാട് റാപ്പുകൾ ഉണ്ടാക്കിയൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആ ഇസ്ലാമിന്റെ ഒരു സാഹോദര്യം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവുമായുള്ള സാമീപ്യത്തിന്റെ തോത് മനസ്സിലാക്കിയിട്ടാണ്. ഏതായാലും നമ്മുടെ ചില ആളുകൾക്കാണ് പരസ്പരം തമ്മിലടിക്കാനും പരസ്പരം വഴക്ക് പറയാനും പരസ്പരം ഉൾക്കൊള്ളാനും മടിയുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം മതപ്രബോധനങ്ങൾ നിർബാധം തുടരുന്നുണ്ട്. മാഷാ അല്ലാഹ്, എനിക്ക് ഈ കാഴ്ച വളരെ സന്തോഷമുള്ളതാണ്. ഈ റമദാനിൽ നമുക്കെല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ കേറിയൊരു മതം യഥാർത്ഥ മതമാണ്, വിശ്വാസമാണ്. പക്ഷേ ആ ഹിദായത്ത് മരണം വരെ ഉണ്ടാവുമോ നമുക്ക് അറിഞ്ഞൂടാ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ ഈ ഒരു വിഷയം മുൻപ് അറിഞ്ഞ ആളുകളിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇദ്ദേഹത്തിന്റെ റാപ്പോ സംഗീതമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാ റാപ്പ് സംഗീതം, ഇപ്പൊ മലയാളത്തിലൊക്കെ റാപ്പ് സംഗീതം വരുന്നുണ്ട്. ചങ്ങരംകുളത്തുകാരനായ ഒരാളുടെ റാപ്പ് സംഗീതം ഉണ്ട്. അതേപോലെ പല ഞങ്ങളാളുടെ പേരൊന്നും പറയുന്നില്ല. റാപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ ലോകത്തൊരു വലിയ സംഗീത ശാഖയാണ്. അതിൻ്റെ ഒക്കെ ഒരു വളരെ വലിയൊരു അതിലത്തെ ഒരു സൂപ്പർ സ്റ്റാർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ വാർത്തയാണ്. 1972 ജോർജിയയിലെ അറ്റ്ലാന്റയിൽ ജനിച്ച ലിൽ ജോൺ
2000-ന്റെ തുടക്കത്തിൽ അമേരിക്കയിൽ തരംഗം സൃഷ്ടിച്ച ഹിപ് ഹോപ്പ് സംഗീതത്തിലൂടെയാണ് ലോകശ്രദ്ധ നേടുന്നത്. ഹിപ് ഹോപ്പ് സംഗീതത്തിന്റെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയായാണ് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ലിൽ ജോൺ ഈസ്റ്റ് സൈഡ് ബോയ്സിനൊപ്പം 5 ആൽബങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. US റാപ്പർമാരായ പിറ്റ്ബുൾ, ടു ഷോർട്ട് എന്നീ, ടോഡ് ആന്റണി ഷോ, E14 എന്നീ, എൽറ്റോവാൻ, സ്റ്റീവൻസ് ജൂനിയർ എന്നിവരുടെയൊക്കെ റെക്കോർഡുകളും പ്രൊഡ്യൂസറായിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബിൽബോർഡ് മാഗസിന്റെ ഹോട്ട് 100 പട്ടികയിൽ ഉൾപ്പെട്ട നിരവധി സിംഗിളുകളുടെ ഭാഗമായിട്ടുണ്ട് ഇദ്ദേഹം. കൂട്ടത്തിൽ ഈ പരിശുദ്ധ റമദാനിൽ ഒരു സൂഫി സംഭവം, ഒരു സൂഫി കഥ. റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് തന്നെ പരിശുദ്ധ മരണം സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച ഇറാഖുകാരനായ ഒരു സൂഫി ഗുരു, അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് സിരിയുസ്വക്തി റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം മുൻപ് കേട്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇറാഖിലെ ഷൗനീസ് എന്നൊരു ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ശിരിയുസക്തി റളിയല്ലാഹു അൻഹുവിന്റെ താമസം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ ലോക പ്രശസ്തനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒക്കെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലൊരു ചിന്ത, പടച്ച റബ്ബേ, എന്റെ മരണം പരിശുദ്ധ റമദാനിലായിരിക്കണേ, നോമ്പ് കൊടുത്തുകൊണ്ടായിരിക്കണേ, സുബഹിയുടെ നേരത്താവണേ. ഇങ്ങനെ അദ്ദേഹത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ചെറിയൊരു കഥയെ ഞാൻ പറയണേ. ഇദ്ദേഹം നടന്നു വരുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യനുണ്ട്, വായ നിറയെ മദ്യം, എന്നിട്ടിങ്ങനെ കരയുന്നു, പടച്ചോനെ യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് കരയാണ്. ഇത് കണ്ടപ്പോ ഈ സിരിയുസ്വക്തി റളിയല്ലാഹു അൻഹു ആകെ ധർമ്മസങ്കടത്തിലായി. മദ്യം വായിലുള്ള ഈ മനുഷ്യൻ പടച്ച റബ്ബിന്റെ പേരാളുള്ള റബ്ബെ ഉച്ചരിക്കണം, അല്ലാഹ് എന്നുള്ള വാക്ക് ഉച്ചരിക്കാനുള്ള ആ നാവുമായി വായൊക്കെ നജസാണല്ലോ, മദ്യം നജസാണ്. ഒരുപാട് വേദനിച്ചു ശിരിയുസക്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വേഗം ആ മനുഷ്യന്റെ വായൊക്കെ വൃത്തിയാക്കിയിട്ട് അവനൊരു ഭാഗത്തിരുത്തി കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. അദ്ദേഹം നല്ല ലഹരിയിലാണ്, അദ്ദേഹം അതൊക്കെ കുടിച്ചു. ശിരിയുസക്തി റളിയല്ലാഹു അൻഹു അങ്ങനെ പോയി. അങ്ങനെ ഇയാൾക്ക് ലഹരിയൊക്കെ ഒഴിഞ്ഞപ്പോഴാണ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ആളൊന്ന് ഫ്രഷ് ആയിക്കണമെന്ന് മനസ്സിലായത്. അപ്പൊ അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു സ്ഥിരം മദ്യപാനിയാണ്, പ്രശ്നക്കാരനാണ്, നിങ്ങൾ മദ്യപിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയാ, ആളുകളെ തെറി വിളിക്കുന്നുണ്ട്, പടച്ചോനെ വിളിച്ച് കരയുന്നുണ്ട്, ഒരാളും മെയിൻ ചെയ്യില്ല. പക്ഷേ നിങ്ങളെ ഒരാള് വന്നിട്ട് നിങ്ങളുടെ മുഖമൊക്കെ വൃത്തിയാക്കി, വായ വൃത്തിയാക്കി തന്നു, നിങ്ങളെ ഒരു ഭാഗത്തിരുത്തി നിങ്ങളുടെ മുഖമൊക്കെ കഴുകി തന്നു. ഉടൻ തന്നെ ഈ മദ്യപാനി ചോദിച്ചു, ആരാണ് ആ മനുഷ്യൻ? ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ മദ്യപിക്കുന്നു, പക്ഷെ ഒരു മനുഷ്യന്റെ മുഖത്ത് പോലും എന്നോട് ഒരു കരുണയോടെ നോക്കിയിട്ടില്ല, എന്നെ പള്ളിയിലേക്ക് അടുപ്പിക്കാറില്ല, എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയകറ്റുക ചെയ്യല്, ഒരു മതപ്രബോധകരും മതപണ്ഡിതരും എന്നെ കൈവിട്ടു, ഞാൻ വീണ്ടും 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 ഞാൻ മദ്യപാനിയായി. ഇപ്പോഴിതാ ഒരു മനുഷ്യൻ എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ആരാണ് അയാൾ? അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഷെയ്ഖ് സിരിയുസക്തി റളിയല്ലാഹു അൻഹു എന്ന മഹാസൂഫി ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരാവേശം, പടച്ച റബ്ബേ, ഒരു സൂഫി ഗുരു എന്നെ മനസ്സിലാക്കിയെന്നോ. ഇദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ വളരെ വലിയൊരു സന്തോഷം തോന്നി. അദ്ദേഹം സ്വീകരിച്ചിരുത്തുന്നു. ഈ ഒറ്റ സംഭവത്തോട് കൂടിയിട്ട് ആ മനുഷ്യൻ മദ്യപാനം ഒഴിവാക്കി നല്ലൊരു മനുഷ്യനായി. അന്ന് സിരിയുസക്തി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. യാ സിരി എന്ന് വിളിച്ചുകൊണ്ട് സ്വപ്നത്തിലൊരു അശരീരിയാണ്, നിങ്ങൾ എൻ്റെ പേരുച്ചരിക്കുന്ന ദാസന്റെ വായ വൃത്തിയാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയം മുഴുവനും ഞാൻ ഇതാ വൃത്തിയാക്കിയിരിക്കുന്നു, ആഗ്രഹിച്ചതെന്തും നിങ്ങൾക്ക് നടക്കും. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സുന്ദരമായിട്ടൊരു മരണം. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുഖം എന്താണെന്നറിയോ? പിന്നെ നിസ്കാരം നിർബന്ധമുള്ളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു റമദാൻ നോമ്പാറിന് ഇന്നലത്തെ ഒരു നോമ്പിന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിച്ച് സുബ്ഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റിയാദയും അദ്ദേഹത്തിന്റെ മുറാഖബയൊക്കെ വീട്ടി ആ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പതിയെ പടച്ചറബിലേക്ക് ഒരു യാത്രയായി. എത്ര സുന്ദരമായൊരു മരണം. ഇറാഖിലെ ഷൗനീസ് എന്ന പട്ടണത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കാമുള്ളത്. തൊട്ടടുത്ത് ജുനൈദുൽ ബഗ്ദാദി എന്ന മഹാസൂഫി ഗുരുവിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ മക്കാമുണ്ട്. ഇറാഖിൽ പോകുന്ന ആളുകളൊക്കെ അവിടെ ചെന്ന ആളുകളുണ്ടാവും. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇത്തരം സ്ഥലങ്ങളിൽ സിയാർ ചെയ്ത ആളുകളുണ്ടോ? ഈ ഷൗനീസ് പട്ടണത്തിലുള്ള ഈ ഒരു മക്കാമിൽ ചെന്ന സിരിയുസക്തി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ ചെന്ന ആളുകളുണ്ടോ? ഹിജ്റ 253 നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് ചെയ്യുന്ന ആളുകളോടും കരുണ കാണിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരാണ് മഹാസൂഫി ഗുരുക്കന്മാർ. നമ്മളൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. ഇത്രയും മഹാന്മാരെ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് 2 സന്തോഷങ്ങളാണ്.
ഒന്ന് ആ മനുഷ്യർ ഇസ്ലാമിലേക്ക് ലിൽ ജോൺ ഇസ്ലാമിലേക്ക് വന്നത്, മറിച്ച് ഇങ്ങനെ ഒരു സൂഫി ഗുരുവിൻ്റെ ചരിത്രം പറയാൻ കഴിഞ്ഞത്. ഈ സൂഫി ഗുരുവിൻ്റെ ചരിത്രം മുൻപ് കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.